നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. നമ്മൾ ടെൻസുകൾ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ് ഇതെല്ലാം പഠിച്ചു അല്ലേ? ഇന്ന് നമുക്ക് എല്ലാവർക്കും തെറ്റുന്ന ഒരു പോർഷനാണ് പഠിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സിൻസ് അല്ലെ ഫോറിൻ്റെ ഉപയോഗം. ഇത് മിക്ക PSC പരീക്ഷകൾക്കും മറ്റ് സ്കൂൾ കോളേജ് പരീക്ഷകൾക്കൊക്കെ വരുന്നതാണ്. സിൻസ് എപ്പോൾ ചേർക്കണം, ഫോർ എപ്പോൾ ചേർക്കണം, ഒരു കൺഫ്യൂഷൻ. അത് നോക്കാം. ഇതുണ്ടോ, സിൻസ് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പോയിന്റ് ഓഫ് ടൈം, കൃത്യമായിട്ടൊരു പോയിന്റ് ഓഫ് സമയം പറഞ്ഞിട്ടുണ്ടാവും. കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ്. മറന്നു പോകാതിരുന്നാൽ നമുക്ക് സിൻസ് എളുപ്പത്തിൽ എഴുതാം. ഫോർ എന്ന് പറഞ്ഞാലോ പീരീഡ് ഓഫ് ടൈം, ഒരു 4 മണി മുതൽ 5 മണി വരെ, അതൊരു പീരീഡാണ് അല്ലേ? അല്ലെ 6 മാസം, ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഏത് വർഷം, ഒരു വർഷം അറിയാൻ മേല. ഒരു വർഷം എന്ന് പറയുന്നുള്ളൂ. 1980 90 പറയുന്നില്ല, ഒരു വർഷക്കാലം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒരു പീരീഡാണ് അല്ലേ? അപ്പോൾ അത് പീരീഡ് ഓഫ് ടൈമാണ് ഫോർ. സിൻസ് എപ്പോഴാണ്? പോയിന്റ് ഓഫ് ടൈം 1980 അല്ലെങ്കിൽ 5 മണിക്ക് എന്ന് കൃത്യം. പക്ഷേ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് പീരീഡാണ് അല്ലേ? അത് ഫോറാണ്. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് കുറച്ച് സെന്റൻസുകൾ എഴുതി നോക്കിയാൽ തെറ്റാതിരിക്കും. നോക്കാം. രാജു ഹാസ് ബീൻ സ്റ്റാൻഡിങ് ദെയർ ഡാഷ് 6 o'clock. ഇതാ ശ്രദ്ധിക്കേണ്ടത്. 6 o'clock, 6 മണി എന്ന് പറഞ്ഞാൽ കൃത്യ ഒരു സമയം പറഞ്ഞേക്കും അല്ലെ? അല്ലാണ്ട് അരമണിക്കൂറിനോ 1 മണിക്കൂറിനോ ഒന്നുമല്ല. 6 o'clock. അപ്പൊ ഏത് വരും? ഇത് നോക്കിയിട്ട് പറഞ്ഞ് സിൻസ്. പോയിന്റ് ഓഫ് ടൈം, പോയിന്റ് 6 o'clock. അപ്പൊ സിൻസ് 6 o'clock. അത് ക്ലിയർ അല്ലേ? അടുത്തത് നോക്കിയേ. ഹി ഹാസ് ബീൻ വെരി ഇൽ ഡാഷ് ലാസ്റ്റ് മന്ത്. അതേതായിരിക്കും വരുന്നത്? ഒരു പീരീഡ് ഓഫ് ടൈം ആണോ, പോയിന്റ് ഓഫ് ടൈം ആണോ? ലാസ്റ്റ് മന്ത്. ഒരു മാസം എന്നല്ല, ഒരു മാസം വെച്ചാൽ ഒരു പീരീഡാ അല്ലേ? കഴിഞ്ഞ മാസം എന്ന് കൃത്യമായ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം എന്ന് ഏതെങ്കിലും ഒരു മാസം എന്നല്ല, കഴിഞ്ഞ മാസം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കുവാണ്. അപ്പൊ അത് പോയിന്റാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1900 സമയം ഇല്ലെങ്കിലും ഏത് ജൂലൈ മാസം അങ്ങനെ പ്രത്യേകം പറയണ്ട. കഴിഞ്ഞ മാസം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് വേണം? അതും സിൻസ് ആണ് വേണ്ടത്. കാരണം ഒരു മാസം എന്ന് പറഞ്ഞാൽ അത് പീരീഡാ. പക്ഷെ ലാസ്റ്റ് മന്ത് എന്ന് കഴിഞ്ഞ മാസം എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് സിൻസ് വന്നത്. സിൻസ്. അടുത്തതോ, അഞ്ജലി ഹാസ് ബീൻ ലിവിങ് ഇൻ മുംബൈ ഡാഷ് 1960. കണ്ടോ, ഏത് വർഷമാണ് എന്ന് ഒരു വർഷമായിട്ടൊന്നല്ല പറഞ്ഞിരിക്കുന്നത്. 1960 കറക്റ്റായിട്ട് കൃത്യം പോയിന്റ് ഓഫ് ടൈം ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് വേണം? സിൻസ് 1960. അപ്പോൾ സിൻസ് ചേർത്തതുണ്ട് ഓരോന്നിനും. അടുത്തത് നോക്കിയേ. ദേ ഹാവ് ഹാഡ് നോ ഗ്യാസ് ഡാഷ് ദ സ്ട്രൈക്ക് ബിഗാൻ. ഇവിടെ ഇതെന്താ പറഞ്ഞേക്കണേ? ആ സ്ട്രൈക്ക് ആരംഭിച്ചപ്പോൾ മുതൽ എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ആ സ്ട്രൈക്ക് ബിഗാൻ, സ്ട്രൈക്ക് ആരംഭിച്ചപ്പോൾ എന്ന് കൃത്യം പോയിന്റ് ഓഫ് ടൈം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഗ്യാസ് ഇല്ലായിരുന്നു, സമരം തുടങ്ങിയപ്പോൾ മുതൽ കൃത്യം സ്ട്രൈക്ക് ബിഗാൻ. അപ്പൊ അതും സിൻസ് ആണ് വേണ്ടത്. അപ്പൊ പോയിന്റ് ഓഫ് ടൈമിലുള്ളത് നമ്മൾ എഴുതി. ഇനി അടുത്ത് നോക്കിയേ. ദ സ്ട്രൈക്ക് ഹാസ് ലാസ്റ്റഡ് ഡാഷ് 6 months. 6 മാസം. ഈ 6 കണ്ടുകൊണ്ട് നമ്മൾ സിൻസ് എഴുതരുത്. കാരണം 6 മാസം എന്നൊരു കാലയളവാണ് അല്ലെ? ഒരു പീരീഡാണ് 6 മാസം. ഏത് 6 മാസമാണ്? ഈ കഴിഞ്ഞ 6 മാസമാണോ, അല്ലെ ലാസ്റ്റ് 6 months എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃത്യം എടുത്ത് പറഞ്ഞേക്കാണ് കഴിഞ്ഞ കൃത്യം 6 മാസം എന്ന്. അല്ലാതെ വെറും 6 മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 6 മാസമാണോ അതോ കഴിഞ്ഞ വർഷം 6 മാസമാണോ ഏതാണ് കൃത്യം അറിഞ്ഞുകൂടാ. ഒരു പീരീഡേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഏതാണ് വേണ്ടേ? 6 months അല്ലേ? അടുത്തതോ, ഹി ഹാസ് ബീൻ അണ്ടർ വാട്ടർ ഡാഷ് ഹാഫ് ആൻ അവർ. അരമണിക്കൂറായിട്ട് അയാൾ വെള്ളത്തിന്റെ അടിയിലാണ്. ഏത് അരമണിക്കൂർ? കഴിഞ്ഞ അരമണിക്കൂറാണോ, ഇന്നലെയാണോ അരമണിക്കൂർ എന്നാന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരു പീരീഡ് തന്നിട്ടുണ്ട്, അരമണിക്കൂർ എന്നുള്ളത്. അപ്പോൾ ഏതാണ് വേണ്ടേ? ഫോർ ഹാഫ് ആൻ അവർ. ഇത് നിങ്ങൾ പ്രത്യേകം ഈ വ്യത്യാസം ശ്രദ്ധിക്കണം. അടുത്ത് നോക്കിയേ. ഹി ഹാസിൻ സ്പോക്കൺ ടു മീ ഡാഷ് ദ ലാസ്റ്റ് കമ്മിറ്റി മീറ്റിംഗ്. ലാസ്റ്റ് കമ്മിറ്റി മീറ്റിംഗ് കണ്ടോ, ടു മീ ലാസ്റ്റ് കമ്മിറ്റി മീറ്റിംഗിൽ എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഏത് കമ്മിറ്റി മീറ്റിംഗ് ആണെന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് കമ്മിറ്റി മീറ്റിംഗ്. ഇവിടെ ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞപ്പോൾ സിൻസ് ചെയ്തില്ല, അതുപോലെ തന്നെ ഇവിടെയും. അതുകൊണ്ട് സിൻസ് എന്ന് ഏത് കമ്മിറ്റിയാന്ന് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് കമ്മിറ്റിയിലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് സിൻസ്. അടുത്ത നോക്കിയേ. ദ കെറ്റിൽ ഹാസ് ബീൻ ബോയിലിംഗ് ഡാഷ് 1 hour. അപ്പോൾ എത്രയാണ്? 1 മണിക്കൂറായിട്ട് ഈ കെറ്റില് തിളച്ചുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ. ഏത് 1 മണിക്കൂറാ അറിഞ്ഞുകൂടാ. 7 മണി തൊട്ട് 8 മണി വരെയാണോ അറിയാൻ മേല. 5 തൊട്ട് 6 വരെയാണ് അറിഞ്ഞുകൂടാ. 1 മണിക്കൂറിനെ പറയുന്നുള്ളൂ, പിരീഡേ പറയുന്നുള്ളൂ. അപ്പോൾ ഏത് വേണം?
ഇവിടെ 4 വേണം. 4 1 അവർ 1 മണിക്കൂറായിട്ട് കെറ്റിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സിൻസ് ചേർക്കേണ്ടത് പോയിന്റ് ഓഫ് ടൈം, കൃത്യമായ പോയിന്റ് പറയുമ്പോൾ 4 ചേർക്കേണ്ടത് പീരീഡ് ഓഫ് ടൈം. ഈ 2 കാര്യം ഓർക്കണം. എന്നിട്ട് ഇതുപോലെ ഈ നിങ്ങൾക്ക് തെറ്റുന്നത് ഇതുണ്ടോ, 6 മന്ത്സ് എന്ന് കാണുമ്പോൾ പോയിന്റ് ആണെന്ന് ഓർത്ത് സിൻസ് 6 മന്ത്സ് 6 ഉണ്ടല്ലോ എന്ന് എഴുതി സിൻസ് എഴുതി വെക്കരുത്. അതുപോലെ ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലം വന്ന് ഓർത്തുകൊണ്ട് 4 എഴുതില്ല. ഇതാണ് കഴിഞ്ഞ മാസം കൃത്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിൻസ് എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ ഈ എക്സാമ്പിൾസ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് ഒരിക്കലും പോവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.